ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ട്രഡീഷണൽ കൊറിയൻ ഫ്രൂട്ട് പഞ്ചാണ് കേട്ടോ. ഇതിന്റെ പേര് ഹ്വാച്ചെ. ഹ്വാച്ചെ ആക്ച്വലി അവര് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സമ്മർ ടൈമിലോ ഒക്കെയാണ് അവർ ഇത് സെർവ് ചെയ്യുക. ചിൽഡ് ആയിട്ട് സെർവ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് പഞ്ചാണ് ഇത്. ഇത് ഒരു ചെറിയ ബൗൾ കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറ് നിറയും, ദാഹവും മാറും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ട്രഡീഷണലി അവരിതിൽ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വാട്ടർമെലൻ, തണ്ണിമത്തൻ മാത്രമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് സീസണൽ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് തുടങ്ങിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മളിപ്പം സീസണൽ ആയിട്ടുള്ള ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഇന്നും ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 3-4 പേർക്കുള്ള അളവിലാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിലെ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഈ എഴുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ. ഇവിടെ ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്, ഹ്വാച്ചെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും വലിയ ബൗള്. ഇനി ഇതിലേക്ക് ഞാൻ തണ്ണിമത്തൻ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായി ആപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. ആപ്പിൾ ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി കേട്ടോ. ആദ്യമേ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ നിറം മാറിപ്പോവും, ഓക്സിഡൈസ്ഡ് ആയിട്ട് നിറം മാറിപ്പോവും. സീഡ്ലെസ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള കറുത്ത മുന്തിരി എടുക്കുന്നുണ്ട്, ഒരു 100 ഗ്രാം. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും സീഡ്ലെസ് ആണ്, നല്ല മധുരവും ഉണ്ട്. കഴിയുന്നതും മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കാൻ നോക്കാം കേട്ടോ. ഒരു 75 ഗ്രാം സ്ട്രോബെറീസും എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞു നമ്മൾ. നേന്ത്രപ്പഴവും ഇതിന് നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അതും കൂടെ നിങ്ങൾക്ക് ചേർക്കാം. ഇതിലിപ്പം ഫ്രൂട്ട്സ് ഒക്കെ മധുരമുള്ളതാണെങ്കിലും എക്സ്ട്രാ സ്വീറ്റ്നെസ് നമുക്ക് ചേർക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേനാണ്, ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇതല്ലാതെ കണ്ടൻസ് മിൽക്കോ നമ്മുടെ സാധാരണ ഷുഗർ പൊടിച്ചതോ ചേർക്കാം. ശർക്കര മാത്രം ഇതിനൊട്ടും ചേരില്ല കേട്ടോ. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, ഇഷ്ടമുള്ളത്ര അളവിൽ നിങ്ങൾക്ക് സ്വീറ്റ്നെസ് ചേർക്കാം. അടുത്തത് നമ്മൾ ചേർക്കുന്നത് കാച്ചി നന്നായി തണുപ്പിച്ച പശുവിൻ പാലാണ്. നിങ്ങൾ വീഗൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. 300 ml ആണ് പാല് ചേർത്തിട്ടുള്ളത്. ഇനി ഫ്രൂട്ട് പഞ്ചിലേക്ക് ഒരു ഇളം റോസ് നിറം ചേർക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കളർ അല്ല ചേർക്കുന്നത്. തണ്ണിമത്തൻ്റെ കുറച്ച് പീസസും എടുത്തിട്ടുണ്ട്, 2 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി അരച്ചെടുക്കാം, എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട് പഞ്ചിലേക്ക് അടുത്തതായി നമ്മൾ ചേർക്കുന്നത് സോഡയാണ്, കാർബണേറ്റഡ് വാട്ടർ. സ്വീറ്റ് ആയിട്ടുള്ളതോ അല്ലാത്തതോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്പ്രൈറ്റ് പോലെയുള്ള സ്വീറ്റ് ആയിട്ടുള്ളത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിറം ഇല്ലാത്തതാവണമെന്നേ ഉള്ളൂ. ഇതിനെനിക്ക് പ്രൊമോഷനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരു ബ്രാൻഡിന്റെ സോഡ എടുത്തുന്നേ ഉള്ളൂ. പാല് 300 ml അല്ലേ ചേർത്തത്, അതേ അളവിൽ തന്നെ സോഡയും ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സോഡ ആഡ് ചെയ്യുന്നത് നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ചേർക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഫിസിനസ് പോയി പോവും. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനിവിടെ പാലും സോഡയും നല്ല ചിൽഡ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഐസ് ചേർത്ത് കൊടുക്കുന്നില്ല. എക്സ്ട്രാ ഐസ് ചേർത്ത് കൊടുത്താലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അത് അലിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ മധുരത്തിലുള്ള വ്യത്യാസം വരും. അപ്പോൾ ഐസ് ചേർക്കുന്നതും സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ കൊറിയൻ ഫ്രൂട്ട് പഞ്ച് ഹ്വാച്ചെ ഇവിടെ റെഡിയാണ്. നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. ഈ വേനലിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.